ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ആൾജിബ്രയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് പഠിക്കാനായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുവിധം റിലേഷൻ ആൾജിബ്രയിലെ എല്ലാ കോൺസെപ്റ്റുകളും കവർ ചെയ്യും. മിക്കവാറും ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ടാവും സബ് ക്വസ്റ്റ്യൻ ആയിട്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 1-2 വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വറീസ് ആയിരിക്കും. പിന്നെ വരുന്ന ലാസ്റ്റത്തെ 2 അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ളതുണ്ടാവും. ലൈക്ക് ജോയിൻ ഓപ്പറേഷൻ ആകാം, ഇൻ്റർസെക്ഷൻ യൂണിയൻ ആവാം, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആകാം, അല്ലെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷൻ ആകാം. അങ്ങനെയുള്ള ഓപ്പറേഷൻസുകൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത്. സോ നമുക്ക് നോക്കാം, 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് രണ്ടും ഓൾമോസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും റീസെൻ്റ്ലി ചോദിച്ചേക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 5 ക്വറി ഉണ്ട്. അതിൻ്റെ അകത്ത് 5 ഓരോ ക്വറിക്കും 2 മാർക്ക് വെച്ചായിരിക്കും. എങ്ങനെ പോയാലും ആദ്യത്തെ 3 ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വറീസ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റത്തെ 2 ആയിരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വറി വരുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി ഡാറ്റാ ബേസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പോലെ ഒരു ടേബിളോ അല്ലെങ്കിൽ ടേബിളിനുള്ളിൽ വാല്യൂസോ അങ്ങനെ ഒന്നും തരില്ല. ഇതുപോലെ നിങ്ങളുടെ സ്കീമയാണ് തരത്തുള്ളൂ. ഇതുപോലൊരു സ്കീമയായിരിക്കും തരുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളുണ്ട്. അതിൽ റോൾ നമ്പർ എന്ന് പറയുന്ന പ്രൈമറി കീ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ആണ് പ്രൈമറി കീ. പ്രൊഫസർ എന്ന് പറയുന്ന ടേബിളിലെ എംപ്ലോയി ഐ ഡി. അങ്ങനെ ടേബിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ടേബിൾസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. സ്റ്റുഡൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഫസർ, കോഴ്സ്, എൻറോൾമെൻറ്റ്, ടീച്ചിങ്, പ്രീ റിക്വസിറ്റ്. ഇത്രയും ടേബിൾസ് ഉണ്ട്. സോ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ആണ് ഉള്ളത്. പ്രൊഫസർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ആണ്. അയാൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആയിരിക്കും. സോ പ്രൊഫസർ ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ. കോഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ കോഴ്സ് ഐ ഡി ഉണ്ട്. അതിൻ്റെ അകത്തും ഇതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആ കോഴ്സ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലേക്ക് അതിനൊരു റിലേഷൻ ഉണ്ട്. ഇനി എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഉണ്ടാവും. ഏത് കോഴ്സിന്, ഏത് സെമിസ്റ്റർ, ഏത് ഇയർ എൻറോൾ ചെയ്തു, അയക്ക് എന്ത് ഗ്രേഡ് കിട്ടി. ഇതാണ് എൻറോൾമെൻറ്റ് ടേബിൾ. ടീച്ചിങ് ടേബിൾ, എംപ്ലോയ്മെൻറ്റ് ഐ ഡി, കോഴ്സിൻ്റെ ഐ ഡി, സെമസ്റ്റർ, ഇയർ, ഏത് ക്ലാസ് റൂം. അതായത് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ ആയിരിക്കും. അയാൾ ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ടീച്ചിങ് ടേബിൾ. പ്രീ റിക്വസിറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സിന് എന്തെങ്കിലും പ്രീ റിക്വസിറ്റ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ കോഴ്സ് ടേബിളിൻ്റെ ഐ ഡി ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു 5 ക്വറിയാണ്. ഫസ്റ്റത്തെ ക്വറി എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൻഡ് ഇറ്റ്സ് നെയിം and name and the name, sex and phone number of head of department. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അയാളുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഹെഡിൻ്റെ നെയിം, സെക്സ്, ഫോൺ നമ്പർ, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഏതൊക്കെ ടേബിളിലാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലാണ് HODയുടെ ഡീറ്റെയിൽസ് ഉള്ളത്. HOD എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർ ആയിരിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിള്, പ്രൊഫസർ ടേബിള്, HOD എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. പ്രൊഫസർ ടേബിളിലാണ് അയാളുടെ എംപ്ലോയി ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ ഈ 2 ടേബിൾസ് ആയിരിക്കും ഇവിടെ വരുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സോ നമുക്ക് ഇത് സിംഗിൾ ക്വറി ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് 2 ക്വറി ആയിട്ട് വേണമെങ്കിലും എഴുതാം. സോ നമ്മൾ ഇവിടെ ഒരു സെലക്ട് ഓപ്പറേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലെ HODയും പ്രൊഫസർ ടേബിളിൽ EMP-IDയും തമ്മിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഫസറും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ഓപ്പറേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഫസർ ടേബിൾ നമ്മൾ ജോയിൻ ചെയ്യുവാണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആൻഡ് പ്രൊഫസറിൻ്റെ എംപ്ലോയി ഐ ഡിയും ഈക്വൽ ആയിട്ടുള്ളത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാണ്. ഇവിടെ എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചൂസ് ചെയ്യുന്നു, എന്തൊക്കെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ നെയിം, HOD, സെക്സ് ആൻഡ് ഫോൺ നമ്പർ മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണം കൊടുക്കാനായിട്ട്. സെലക്ട്
ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ കൂടി കൊടുക്കുക. ഇനി ഫൈൻഡ് ദി കോഴ്സസ് ഓഫേർഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന കോഴ്സസ് കിട്ടാൻ വളരെ സിമ്പിളാണ്. കോഴ്സ് ടേബിളിൽ നിന്ന് നമുക്ക് കോഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ചോദിച്ചിട്ടില്ല, ഡിപ്പാർട്ട്മെന്റ് നമ്പറാണ് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നമ്പറും കോഴ്സ് നെയിമും മാത്രം സെലക്ട് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് പേര് വേണമായിരുന്നു എങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് നെയിം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ പോയിട്ട് ഡിപ്പാർട്ട്മെന്റ് ടേബിളുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി ഡിപ്പാർട്ട്മെന്റ് നെയിം ഓൾസോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദോസ് സ്റ്റുഡൻസ് ഹു ഹാവ് രജിസ്റ്റേർഡ് ഫോർ ഓൾ കോഴ്സ് ഓഫേർഡ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ എൻറോൾ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ സ്റ്റുഡൻറ് എൻറോൾ ചെയ്തേക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്റ്റുഡൻറ്റും എൻറോൾമെന്റ് എന്ന് പറയുന്ന ടേബിളും തമ്മിൽ ഞാൻ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് നെയിമും കോഴ്സ് ഐ ഡിയും മാത്രം കണ്ടുപിടിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു കോഴ്സിന് എൻറോൾ ചെയ്തേക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടി, എല്ലാ കോഴ്സിൻ്റെയും. ഇനി അതിൽ നിന്ന് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് മാത്രം വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കോഴ്സ് ഐ ഡി ഓഫ് ഓൾ കോഴ്സസ് ഓഫേർഡ് ബൈ CS ഡിപ്പാർട്ട്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോഴ്സസും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും ഡിപ്പാർട്ട്മെന്റ് നമ്പറും തമ്മിൽ ഈക്വൽ ആയിട്ടുള്ളത് മാത്രം എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് നെയിം കമ്പ്യൂട്ടർ സയൻസ് മാത്രമുള്ളത് ഞാൻ ചൂസ് ചെയ്തു. അതിൻ്റെ അകത്ത് എനിക്ക് കോഴ്സ് ഐ ഡി മാത്രം മതിയായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കോഴ്സ് ഐ ഡി മാത്രം പ്രൊജക്റ്റ് ചെയ്തെടുത്തു. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് എനിക്ക് ഈ സ്റ്റുഡൻറ് എൻറോളും CS കോഴ്സ് ഇത് റിസൾട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം ചെയ്യാനായിട്ട്. റിസൾട്ട് ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ് എൻറോൾ ഡിവൈഡഡ് ബൈ CS കോഴ്സ് ഞാൻ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത് മാത്രമായിട്ട് കിട്ടി. ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആദ്യത്തേൽ നമുക്ക് നെയിമും കോഴ്സ് ഐ ഡി ഉണ്ട്, രണ്ടാമത്തേൽ കോഴ്സ് ഐ ഡി മാത്രമുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് ഐ ഡി വെട്ടിപ്പോകുന്ന പോലെ നമുക്ക് നെയിം മാത്രമായിട്ട് കിട്ടും. അതാണ് ശരിക്കും ഡിവിഷൻ ഓപ്പറേറ്ററിന്റെ ജോലി എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ആട്രിബ്യൂട്ട്സും ഇവിടെ ഒരു ആട്രിബ്യൂട്ടും ആണുള്ളത്. ഇവിടെ കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ആട്രിബ്യൂട്ട് മാത്രമായിട്ട് കിട്ടാനായിട്ട്, ഇവിടെ രണ്ടിൽ കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് മാത്രം കിട്ടാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ദി ഡിപ്പാർട്ട്മെന്റ് IDs ഫോർ ഡിപ്പാർട്ട്മെന്റ് വിത്ത് നോ ലേഡി പ്രൊഫസർ. സിമ്പിൾ ആണ്. മൊത്തം ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള IDs മൊത്തം എടുക്കുക. അതിൻ്റെ അകത്ത് ലേഡി പ്രൊഫസർ മാത്രമുള്ളത് സെക്സ് ഈക്വൽ ടു F വെച്ച് കൊടുക്കുക. ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്യുക.